പിണറായി വിജയൻ എത്തിച്ചേർന്നിരിക്കുന്നു. മുൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, 10 വർഷക്കാലം കേരളത്തെ നയിച്ച പിണറായി വിജയൻ എത്തിച്ചേർന്നിരിക്കുന്നു. രമേശ് ചെന്നിത്തലയും PC വിശ്വനാഥും ഒക്കെ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി സംസാരിക്കുന്നുണ്ട്. AP അനിൽകുമാർ സംസാരിക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പിണറായി വിജയൻ വേദിയിലെത്തിയിരിക്കുന്നു. സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിലെത്തി. അദ്ദേഹത്തിന് അവിടെ പ്രത്യേക ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ മന്ത്രിമാർ മാത്രമല്ല, സത്യപ്രതിജ്ഞ ചെയ്യുന്ന പാർട്ടിയുടെ നേതാക്കൾ മാത്രമല്ല വേദിയിൽ, പ്രതിപക്ഷത്തിൻ്റെ നേതാക്കൾക്ക് കൂടി വേദിയിൽ ഇരിപ്പിടവും നൽകിയിരിക്കുന്നു എന്ന സവിശേഷത കൂടി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സത്യപ്രതിജ്ഞാ വേദിയാണ്. സത്യപ്രതിജ്ഞാ വേദിയിൽ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എത്തുന്നതോടുകൂടി സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇനി ഏതാണ്ട് 6-7 മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് സത്യപ്രതിജ്ഞാ ചടങ്ങിന്. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്, തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് വലിയ ജനക്കൂട്ടമാണ്. കേരളത്തിൽ ഇതുവരെ ഇത്ര വലിയ ജനക്കൂട്ടം ഉണ്ടായിട്ടില്ല. ഇത്ര വലിയ ജനക്കൂട്ടം ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല. ഇപ്പോൾ ഉമാ തോമസ് MLA, തൃക്കാക്കരയിൽ നിന്ന് ജയിച്ച ഉമാ തോമസ് MLA പിണറായി വിജയനെ അടുത്തെത്തി സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇതാ രമേശ് ചെന്നിത്തല, നിയുക്ത മന്ത്രിമാർ എന്നിവരുടെ എല്ലാം അടുക്കൽ സംസാരിക്കുന്നുണ്ട് വേദിയിൽ. അങ്ങനെ വേദിയിൽ അത് ഭരണപക്ഷത്തെ നേതാക്കൾക്ക് മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ സംബന്ധിച്ചൊരു പുതു സംസ്കാരം എന്നുകൂടി എഴുതി ചേർക്കാം. ഇങ്ങനെ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ ഈ നിലയിലുള്ള, അത് ഒരുപക്ഷെ രാജ്യത്ത് നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇത്തരമൊരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ കേരളത്തിലല്ലാതെ കഴിയില്ല എന്ന കാര്യം അത് നമുക്ക് പറയാതെ വയ്യ. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാക്കൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ബഹിഷ്കരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പ്രതിപക്ഷ നേതാക്കൾ എത്തിച്ചേരുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ അവർക്ക് സദസ്സിലോ ആയിരുന്നു ഇരിപ്പിടമെങ്കിൽ ഇതാ കേരളം രാജ്യത്തിന്, ലോകത്തോട് വിളിച്ചു പറയുന്നു, ഇത് ഇത്തരം ചടങ്ങുകൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ജനങ്ങൾ വിധി എഴുതി അവർ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും. അത് നിയമസഭയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, കടമകളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിന് ഭരണം നടത്തുക. അവർ പുതിയ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം ഭരണപക്ഷത്തിന് വീഴ്ചയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക എന്നതാണ്. അങ്ങനെ ആ നിലയിൽ നിങ്ങൾ നിയമസഭയിലൊക്കെ തർക്കങ്ങൾ നടത്തിക്കൊള്ളൂ. പക്ഷേ ഇതാ സത്യപ്രതിജ്ഞാവേദി അതൊരു സുന്ദരമായ കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. അതിനേതായാലും ഇപ്പോൾ ഈ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇത്തരം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് UDF സ്വീകരിച്ചിട്ടുള്ള നയം, അതിനെ അഭിനന്ദിക്കാതെ വയ്യ. ഇങ്ങനെ ഒരു കാഴ്ച കേരളം മുമ്പെങ്ങും കണ്ടിട്ടില്ല. ഇതാ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നേതാക്കൾ ഒരേ വേദിയിലിരിക്കുകയാണ്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒരേ വേദിയിലിരിക്കുന്നു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഈ വേദിയിലിരിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വേദിക്ക് അപ്പുറത്ത് തന്നെ, ആ വേദിയുടെ മുൻനിരയിൽ തന്നെ മറ്റൊരു സ്ഥലത്തായി ഇരിപ്പുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വേദിയിലുണ്ട്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റും നേമം MLAയുമായ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ മുൻനിരയിൽ തന്നെയുണ്ട്. അങ്ങനെ വേദിയിൽ അവർക്ക് സദസ്സിലല്ല ഇടം എന്നതാണ് സവിശേഷത. അവിടെ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും നിയുക്ത മന്ത്രിമാർക്കും ഭരണകക്ഷിയുടെ നേതാക്കൾക്കുമൊപ്പം വേദിയിൽ അതേ പ്രാധാന്യത്തോടെ ഇരിപ്പിടം നൽകുകയാണ് പ്രതിപക്ഷത്തെ നേതാക്കൾക്കും എന്നത് മറ്റൊരു സവിശേഷതയാണ്. കേരളം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുന്നത്. ഇങ്ങനെ ഒരു കാഴ്ച വേദിയിൽ തന്നെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നേതാക്കൾ ഒന്നിച്ചിരുന്നുകൊണ്ട് ഒരു മന്ത്രിസഭ അധികാരത്തിലേറുന്ന കാഴ്ച കേരളം മുമ്പെങ്ങും കണ്ടിട്ടില്ല. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം കാഴ്ച ദൃശ്യമാകില്ല. അത്തരം കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ഇതാ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്കിതാ മുഖ്യമന്ത്രി VD സതീശൻ, നിയുക്ത മന്ത്രിമാർ എന്നിവരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ അടയാളം സൃഷ്ടിച്ചിട്ടുള്ളവർ, അവർ അടയാളം പതിപ്പിച്ചിട്ടുള്ളവർ, അവരെല്ലാം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിലേറെയാണ് കേരളത്തിൻ്റെ അങ്ങ് തെക്കേയറ്റത്ത് പാറശാല മുതൽ വടക്കേയറ്റത്ത് മഞ്ചേശ്വരം വരെയുള്ള ആ കേരളത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഇന്നലെ മുതൽ ഒഴുകിയെത്തുന്ന ജനക്കൂട്ടം എന്നത് പറയാതെ വയ്യ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.